പശ്ചിമേഷ്യയിൽ സമാധാനം ലക്ഷ്യമിട്ട് ഇറാനും യുഎസും വെടിനിർത്തൽ ധാരണയിലെത്തിയതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതിന്റെ നേട്ടം ജനങ്ങളിലേക്ക് പകർന്ന് പാകിസ്ഥാൻ സർക്കാർ. പെട്രോൾ വില ലിറ്ററിന് 74 രൂപയും ഡീസലിന് 67 രൂപയും കുറയ്ക്കുന്നതായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര എണ്ണവില കുറയുന്നതിന്റെ ഗുണം സർക്കാർ ജനങ്ങൾക്ക് കൈമാറാൻ ശ്രമിക്കുന്നതിനിടെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പെട്രോൾ വിലയിൽ 74 രൂപയും ഹൈസ്പീഡ് ഡീസൽ വിലയിൽ 67 രൂപയും കുറവ് പ്രഖ്യാപിച്ചു. ഇതോടെ പെട്രോൾ വില ലിറ്ററിന് 299 രൂപ 78 പൈസയാകും. ഇത് ഏകദേശം 101 ഇന്ത്യൻ രൂപയാണ്. ഡീസലിന്റെ വില 311 രൂപ 78 പൈസയാണ്. ഇത് ഇന്ത്യൻ രൂപ 105 ആണ്. യുദ്ധത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില കത്തിക്കേറിയതോടെ കഴിഞ്ഞ ഏപ്രിൽ 3 പാകിസ്ഥാൻ സർക്കാർ പെട്രോൾ വില ലിറ്ററിന് ഒറ്റയടിക്ക് 137 രൂപ 24 പൈസ കൂട്ടി 458 രൂപ 4 പൈസയാക്കിയിരുന്നു. ഡീസലിന് 184 രൂപ 49 പൈസ വർദ്ധിപ്പിച്ച് അന്ന് 520 രൂപ 35 പൈസയിലെത്തിച്ചു. മെച്ചപ്പെട്ട പ്രാദേശിക സാമ്പത്തിക സ്ഥിതിയുടെയും എണ്ണവില കുറയുന്നതിന്റെ നേട്ടം സർക്കാർ മറ്റുള്ളവരിലേക്ക് കൈമാറുകയാണെന്ന് പ്രധാനമന്ത്രി തന്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറഞ്ഞു. പെട്രോൾ പ്രധാനമായും സ്വകാര്യ ഗതാഗതം, ചെറുവാഹനങ്ങൾ, റിക്ഷകൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവയിലാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ വിലയിലെ മാറ്റങ്ങൾ ഇടത്തരം താഴ്ന്ന മധ്യവർഗ കുടുംബങ്ങളെ ബാധിക്കുന്നതാണ്. അതുപോലെ ഡീസൽ വിലയിലെ മാറ്റങ്ങൾ പൊതുജനങ്ങളെയും വലിയ തോതിൽ ബാധിച്ചിരുന്നു. കാരണം ഇത് പ്രധാനമായും ഹെവി ട്രാൻസ്പോർട്ട് മേഖല, പവർ പ്ലാന്റുകൾ, വലിയ ജനറേറ്ററുകൾ എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് ഉപരോധത്തെ തുടർന്ന് യുഎസ് ഇറാൻ യുദ്ധം മൂലമുണ്ടായ ഊർജ്ജ പ്രതിസന്ധി ആഗോള വിപണിയെ ബാധിച്ചപ്പോൾ സർക്കാർ എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാത്രി മുതൽ വില പരിഷ്കരിക്കാൻ തുടങ്ങിയത്. രാജ്യത്തെ പണപ്പെരുപ്പം കത്തിക്കേറുകയായിരുന്നു. വിലക്കയറ്റവും ഇന്ധന ദൗർബല്യവും മൂലം സർക്കാർ ജീവനക്കാർക്ക് ഉൾപ്പെടെ അവധിയും വർക്ക് ഫ്രം ഹോമും പ്രഖ്യാപിക്കേണ്ടി വന്നിരുന്നു. സ്കൂളുകൾ അനിശ്ചിതമായി അടച്ചിട്ടിരുന്നു. സർക്കാർ ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും ആനുകൂല്യങ്ങളടക്കം വെട്ടിക്കുറച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.